Hi dears, welcome back to Mayflower. Today we are discussing fundamentalism in cultural studies. It is a main topic in this paper and it is an essay topic. Essay topic ആണ് fundamentalism. അല്ലെങ്കിൽ ഇതിൻ്റെ ടൈപ്സ് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ഫണ്ടമെന്റലിസം ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫണ്ടമെന്റലിസം, ഇതാണ് എസ്സേ ക്വസ്റ്റ്യൻ വരിക. ഇല്ലെങ്കിൽ ടൈപ്സിൽ ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസം, ഇസ്ലാമിക് ഫണ്ടമെന്റലിസം, ഹിന്ദു ഫണ്ടമെന്റലിസം, ഈ മൂന്നെണ്ണമാണ് അതിൻ്റെ ഡിവിഷൻസ്. അത് ഓരോന്നും പാരഗ്രാഫായിട്ട് ചോദിക്കാറുണ്ട്. സോ ദിസ് ഇസ് എ മേജർ ടോപ്പിക്. Here, fundamentalism is a religious movement that states that the words found in religious texts are literally true and cannot be changed by new evidence or logical analysis. ഈ ഫണ്ടമെന്റലിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മതപരമായ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട വാക്കുകൾ സത്യമായിട്ടുള്ളതാണ്, ആൻഡ് സോ ദേ കനോട്ട് ബി ചേഞ്ച്ഡ്. ആ വാക്കുകളൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല, കാരണം അത് ഓൾറെഡി എഴുതപ്പെട്ടതാണ്, അല്ലെങ്കിൽ ലിറ്ററലി ട്രൂ ആണ്, യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സയന്റിഫിക് എവിഡൻസസ് ഉണ്ടെങ്കിൽ തന്നെയും ആ വാക്കുകൾ മാറ്റാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള വിശ്വാസത്തെയാണ് ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഒറിജിൻ ഓഫ് ഓർ ദ ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള പല കഥകളുമുണ്ട്. ആ കഥകളൊക്കെ പിന്നീട് ശാസ്ത്രം തെറ്റാണെന്ന് പറഞ്ഞ കഥകളാണ്. അതായത് മനുഷ്യൻ അങ്ങനെ ഉണ്ടായതല്ല, മനുഷ്യൻ ഉണ്ടായ ആ ഒരു പ്രോസസ്, അതായത് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ആ സിദ്ധാന്ത പ്രകാരം മനുഷ്യനുണ്ടായത് ഹോമോസാപ്പിയൻസ് എന്ന ആ ഒരു പൂർവികരിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞുള്ള സയന്റിഫിക് റീസൺസ് ഉണ്ടെങ്കിൽ തന്നെയും ചില മതപരമായ വിശ്വാസങ്ങൾ അതിനെതിരാണ്. അത്തരത്തിലുള്ള വിശ്വാസങ്ങളെയാണ് ഫണ്ടമെന്റലിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. Religious fundamentalism is mainly used to describe movements in Judaism, Christianity and Islam, though it can be applied to any religion that is based on holy text. പ്രധാനമായിട്ടും ഈ ഒരു ഫണ്ടമെന്റലിസം എന്ന വാക്ക് കാണപ്പെടുന്നത് ജൂതമതവുമായിട്ട്, അതേപോലെ ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം മതം, ഇവയൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ തന്നെയും ഒരു ഹോളി ബുക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു പരിശുദ്ധ ഗ്രന്ഥമുള്ള, പ്രത്യേകിച്ച് ബൈബിൾ, ഖുറാൻ, അതേപോലെ വേദങ്ങൾ, അങ്ങനെയുള്ള പ്രത്യേകമായ ഒരു പുസ്തകം സ്വന്തമായിട്ടുള്ള മതവിഭാഗങ്ങൾക്കൊക്കെ ഈ ഒരു ഫണ്ടമെന്റലിസം ബാധകമാണ്. Then fundamentalism is also called literalism. ഫണ്ടമെന്റലിസത്തിന് മറ്റൊരു വാക്ക് ലിറ്ററലിസം എന്നാണ്. As people believe that the texts are written by God or a person inspired by supernatural powers. അങ്ങനെ ലിറ്ററലിസം അല്ലെങ്കിൽ ഫണ്ടമെന്റലിസം എന്ന് പറയാൻ കാരണം, the people believe that these texts are written by God. ഒന്നുകിൽ ദൈവം എഴുതിയതാണ് ഈ ടെക്സ്റ്റുകൾ, അല്ലെങ്കിൽ മറ്റൊരു സൂപ്പർ നാച്ചുറൽ പവറിന്റെ ശക്തിയോടുകൂടി എഴുതപ്പെട്ടതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ട്, അല്ലെങ്കിൽ പ്രവാചകന്മാർ വഴി അങ്ങനെയുള്ള ആരെങ്കിലും പറയപ്പെട്ടിട്ട് എഴുതിയതാണിത്, അത്രത്തോളം പരിശുദ്ധമാണ്. സോ വി കനോട്ട് ചേഞ്ച് ദ വേർഡ്സ് ഇൻ ദാറ്റ് ബുക്ക്. ആ ഒരു കോൺസെപ്റ്റാണ് ഫണ്ടമെന്റലിസം. So they believe that these texts can never be changed or challenged by living humanity. മനുഷ്യൻ ഒരിക്കലും ഇതിനെ എതിർക്കാനോ അല്ലെങ്കിൽ മാറ്റി എഴുതാനോ സാധിക്കില്ല. And it is commonly associated with the attempt to revive archaic modes of behavior and beliefs from the past. ഈ ഒരു ഫണ്ടമെന്റലിസം കൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ടു റിവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുനർജീവിപ്പിക്കുക, വീണ്ടും ഉപയോഗിക്കുക. ഏതാണ്? ദ ആർക്കൈക് മോഡ്സ് ഓഫ് ബിഹേവിയർ. മനുഷ്യന്റെ സ്വഭാവം പണ്ട് എങ്ങനെയായിരിക്കണം, ഒരു സ്റ്റീരിയോടിപ്പിക്കൽ നേച്ചർ ഉണ്ടായിരുന്നു, മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടായിരുന്നു. അതേപോലെ ദ ബിലീഫ്സ് ഫ്രം ദ പാസ്റ്റ്, പഴയകാല വിശ്വാസങ്ങൾ, അവയെയൊക്കെ പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫണ്ടമെന്റലിസത്തിന്റെ ലക്ഷ്യം. It is usually contrasted with liberalism and modernism in religion. മതത്തിലെ ലിബറലിസം, അല്ലെങ്കിൽ ലിബറലിസം മീൻസ് വിശാലത, അതേപോലെ തന്നെ മോഡേണിസം ആധുനികത, ഇതിനെയൊക്കെ എതിർത്തിട്ടാണ് ഈ ഒരു ഫണ്ടമെന്റലിസം വരുന്നത്. അതായത് മതത്തില് സെക്യുലറിസം എന്ന ഒരു ആശയം വന്നതോടുകൂടി ആ ഒരു പഴയ മതത്തെ അങ്ങേയറ്റം മുറുകെ പിടിച്ച് അതിനെ വിശ്വസിച്ച് അതിൽ വള്ളി പുള്ളി തെറ്റാതെ ഫോളോ ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് പിന്നീട് മാറി.
അതായത് മോഡേണിസം അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നതോടുകൂടി ആധുനിക കുറച്ച് അയവുകൾ വന്നു തുടങ്ങി. വിട്ടുവീഴ്ചയിലും അല്ലെങ്കിൽ ആ ഒരു മതത്തിന്റെ മുറുകെ പിടിക്കുന്നതിൽ നിന്നും ഒരു അയവ് വന്നു. ആ അയവിനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ലിബറലിസം, ആ ഒരു സെക്കുലർ നേച്ചറിനെ ഒഴിവാക്കി വീണ്ടും പഴയ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പിന്തുടരുക എന്നുള്ളതാണ് ഫണ്ടമെന്റലിസത്തിന്റെ ലക്ഷ്യം. ഫണ്ടമെന്റലിസം emphasizes the absolute truths of essential or fundamental aspects of faith that are rooted in sacred books like the Bible, the Quran or the Vedas. വേദങ്ങളിലും ഖുറാൻ, ബൈബിൾ പോലെയുള്ള പുസ്തകങ്ങളിലൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കുന്ന വിശ്വാസങ്ങൾ പിന്തുടരുക എന്നുള്ളതാണ് ഫണ്ടമെന്റലിസത്തിന്റെ ലക്ഷ്യം. There are three major types of fundamentalism. Then we are discussing the major types of fundamentalism. We have already discussed what is fundamentalism. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എൻ essay question and the essay question is what is fundamentalism and what are the major types of fundamentalism. Or it can be asked as a paragraph question. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ചോദിക്കാവുന്നത് വാട്ട് ഈസ് ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസം ഓർ വാട്ട് ഈസ് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം ഓർ വാട്ട് ഈസ് ഹിന്ദു ഫണ്ടമെന്റലിസം. അങ്ങനെ ഓരോന്നും ഓരോ മേജർ ടൈപ്സും സെപ്പറേറ്റ് പാരഗ്രാഫിന് ചോദിക്കാം. സോ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ദെൻ വി ആർ ഡിസ്കസിങ് ഫസ്റ്റ് type of fundamentalism, that is Christian fundamentalism. It is a belief that the Bible was inspired by God. ഈ ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദർ ഇസ് എ ബിലീഫ്, വിശ്വാസമാണ്, ദാറ്റ് ദ ബൈബിൾ വാസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. ദൈവത്തിന്റെ ആ ഒരു പ്രചോദനത്താൽ എഴുതപ്പെട്ടതാണ് ബൈബിൾ. സോ വി ക്യാൻ നെവർ ചേഞ്ച് ദ വേർഡ്സ് ഇൻ ദ ബൈബിൾ. നമുക്ക് ആ ബൈബിളിലെ വാക്കുകളൊന്നും തിരുത്താൻ കഴിയില്ല. അക്കോർഡിംഗ് ടു ജോർജ് മാൻഡൻ, Christian fundamentalism is a demand for the strict adherence to certain theological and religious doctrines in reaction to modernist theology. ജോർജ് മാൻസൺ പറയുന്നത് ഈ ഫണ്ടമെന്റലിസം എന്ന വാക്ക് എന്താണ്, ചില തിയോളജി മീൻസ് ദൈവശാസ്ത്രം അല്ലെങ്കിൽ മതം, ചില മതങ്ങളുടെ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ നിയമങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഈ ഫണ്ടമെന്റലിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് മാത്രമല്ല, ഇത് മോഡേണിസ്റ്റ് തിയോളജി, ആധുനിക ദൈവശാസ്ത്രം അല്ലെങ്കിൽ സെക്യുലർ റിലിജിയൻ അല്ലെങ്കിൽ റിലീജിയസ് കോൺസെപ്റ്റ്, മതേതരത്വം നിറഞ്ഞ മതേതരത്വമായിട്ടുള്ള മതവിശ്വാസങ്ങൾ, അതിനൊക്കെ എതിരാണ് ഈ ഒരു കോൺസെപ്റ്റ് ഫണ്ടമെന്റലിസം എന്നാണ് ജോർജ് മാൻഡൻ പറയുന്നത്. Modernist theologians have misinterpreted or defected certain doctrines related to mercy and the Bible and the mission of Jesus Christ, the role of church in the society, etc. ഇനി ഈ മോഡേൺ തിയോളജിസ്റ്റുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസം എന്ന ആശയം ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ ഐഡിയാസ് ഓഫ് മോഡേൺ തിയോളജി. ആധുനിക ദൈവശാസ്ത്രത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഫണ്ടമെന്റലിസം എന്ന ആശയം. ഈ മോഡേണിസ്റ്റ് തിയോളജിസ്റ്റ് അവർ മിസ്ഇന്റർപ്രറ്റ് ചെയ്തു, ദുർവ്യാഖ്യാനം ചെയ്തു. ഏതാണ്? സർട്ടൻ ഡോക്ട്രിൻസ്, ചില തത്വങ്ങൾ റിലേറ്റഡ് ടു മേഴ്സി, കരുണ കാണിക്കണമെന്ന് പറയുന്ന കരുണ എന്ന വാക്കുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ, അതേപോലെ ദ മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ദൗത്യം എന്താണ്, ഈ ഭൂമിയിൽ അദ്ദേഹം വരാനുള്ള കാരണങ്ങൾ, അതിന്റെ ദൗത്യം എന്താണ്, അതേപോലെ തന്നെ ദ റോൾ ഓഫ് ചേർച്ച് ഇൻ ദ സൊസൈറ്റി, സമൂഹത്തിൽ പള്ളികൾക്കുള്ള സ്ഥാനം എന്താണ്, ഇതിനെയൊക്കെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തു ഈ മോഡേൺ തിയോളജിസ്റ്റ്. And the fundamentalists believe that every word in the Bible is literally true and cannot be changed by human beings. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ഫണ്ടമെന്റലിസ്റ്റുകൾ പറയുന്നത് ബൈബിൾ it was inspired by God and so we cannot change or we cannot change the words in that Bible. Most of them are found among Baptist, Protestant denominators, etc. ഈ ഒരു ഫണ്ടമെന്റലിസ്റ്റുകളിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബാപ്റ്റിസ്റ്റുകൾ, അതേപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വർഗം, അവരിലൊക്കെയാണ് ഈ ഒരു സ്ട്രിക്റ്റ് റൂൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദേ യൂഷ്വലി ഒപ്പോസ് ഹോമോസെക്ഷുവാലിറ്റി, പ്രീ മാരിറ്റൽ സെക്സ് ആൻഡ് ടീച്ചിങ് ഓഫ് എവല്യൂഷൻ ഇൻ സ്കൂൾസ്. അവരുടെ പ്രധാനപ്പെട്ട ആശയം അവർ ഈ ഹോമോസെക്ഷുവാലിറ്റിക്കെതിരാണ്, അതേപോലെ തന്നെ പ്രീ മാരിറ്റൽ സെക്സ്, വിവാഹത്തിന് മുൻപുള്ള ആ ഒരു സെക്ഷൽ ലൈഫ്, അതിനെ എതിർക്കുന്ന ആളുകളാണ്. അതേപോലെ ടീച്ചിങ് ഓഫ് എവല്യൂഷൻ ഇൻ സ്കൂളുകളിൽ എവല്യൂഷൻ, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ആ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനെതിരാണ്. കാരണം
ആ ഒരു സയന്റിഫിക് തിയറിയും മതം പഠിപ്പിക്കുന്ന തിയറിയും തമ്മിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. മതം പറയുന്നത് ഹ്യൂമൻ ബീങ്സ് വാസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാണ് എന്നുള്ളതാണ് മതം പറയുന്നത്. ബട്ട് സയൻസ് സേസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ എവല്യൂഷൻഡ് ഫ്രം മങ്കീസ്. കുരങ്ങന്മാരിൽ നിന്ന്, ഹോമോസാപ്പിയൻസിൽ നിന്നൊക്കെയാണ് മനുഷ്യൻ ഉണ്ടായത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. സോ ബോത്ത് ദ തിയറീസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ these fundamentalists oppose the theory of evolution that is taught in schools. സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ തിയറിക്ക് അവർ എതിരാണ്. They argue that these activities violate biblical teachings. അവർ വാദിക്കുന്നത് ഈ തിയറികളൊക്കെ അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റികളൊക്കെ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ they are just against biblical teachings. ബൈബിളിലുള്ള ആ വാക്യങ്ങൾക്കെതിരാണ് ഇതൊക്കെ. Then Islamic fundamentalism. Islamic fundamentalism is also called reformist fundamentalism, which believe that Islam is based on the Quran, Hadith and Sunnah. In Islamic fundamentalism, അതിൻ്റെ മറ്റൊരു വാക്ക് റിഫോമിസ്റ്റ് ഫണ്ടമെന്റലിസം എന്നാണ്. ഇത് വിശ്വസിക്കുന്നത്, ഈ ഒരു ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തിൽ വിശ്വസിക്കുന്നത് ഖുറാൻ, ഹദീസ്, സുന്ന തുടങ്ങിയവയുടെ ആശയങ്ങളിലാണ് ഈ ഒരു ഇസ്ലാമിക് ഫണ്ടമെന്റലിസം വിശ്വസിക്കുന്നത്. ആൻഡ് ദേ ക്രിട്ടിസൈസ് ദ ട്രഡീഷൻ, പോപ്പുലർ റിലീജിയസ് പ്രാക്ടീസസ്, ഡീവിയേഷൻസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. അന്ധവിശ്വാസങ്ങളെയും അതേപോലെ തന്നെ മതത്തിൽ നിന്നും വേറിട്ട് പോകുന്ന ആശയങ്ങളെയും ഒക്കെ ഇവരെ ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദേ എയിം ടു റിട്ടേൺ ടു ദ ഫൗണ്ടിങ് ടെക്സ്റ്റ്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അതായത് ഖുറാൻ, ഹദീസ്, സുന്ന തുടങ്ങിയ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു വരിക. അതേപോലെ തന്നെ ആ ഒരു സെക്യുലർ ആശയങ്ങളോടൊന്നും യോജിപ്പില്ലാത്ത അവസ്ഥ. They oppose secular and westernizing influence and tried to institute Islamic values including strict codes of behavior. ഇവരുടെ ലക്ഷ്യം ഈ ഒരു സെക്യുലർ നേച്ചറിനെ ഒക്കെ എതിർക്കുക, അതേപോലെ തന്നെ വെസ്റ്റേണൈസേഷനെ എതിർക്കുക, ഈ മതത്തിൻ്റെ ആചാരങ്ങൾ, ചിട്ടകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ ഇസ്ലാമിക് വാല്യൂസിനെ മുറുകെ പിടിക്കുക, ആ ഇസ്ലാം മതം പറയുന്ന മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. ആൻഡ് ദേ കൺസിഡർ ഖുറാൻ ആസ് ഗോഡ്സ് വേർഡ്സ് ആൻഡ് ഹദീസ് ആസ് എ ട്രൂ റെക്കോർഡ് ഓഫ് പ്രോഫറ്റ്സ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. ഖുറാൻ അവർ കണക്കാക്കുന്നത് അള്ളാഹുടെ വാക്കുകളാണ് ഖുറാനിലുള്ളത്. അതേപോലെ ഹദീസ് എന്നത് പ്രവാചകന്റെ വാക്കുകളും പ്രവൃത്തികളും വിവരിക്കുന്ന പുസ്തകങ്ങളാണ്. നെക്സ്റ്റ്, ഹിന്ദു ഫണ്ടമെന്റലിസം. ഇൻ ഹിന്ദു ഫണ്ടമെന്റലിസം there is a belief that God is present in the entire universe and each person is intrinsically divine and the purpose of life is to seek and realize the divinity within us. ഹിന്ദു മതം പറയുന്നത് അല്ലെങ്കിൽ ഹിന്ദു ഫണ്ടമെന്റലിസത്തിൽ പറയുന്നത് God is present in nature. God is present everywhere in nature. പ്രകൃതിയിലെ എല്ലായിടത്തും, തൂണിലും തുരുമ്പിലും എല്ലാം ദൈവം ഇരിക്കുന്നു എന്നുള്ള ആശയം. അതേപോലെ തന്നെ ഈച്ച് പേഴ്സൺ ഈസ് ഇൻട്രിൻസിക്കലി ഡിവൈൻ. ഓരോ വ്യക്തിയും ഈശ്വരന് തുല്യമാണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തി തത്വമസി എന്ന ആശയമാണ് ഇവിടെ പറയുന്നത്, അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്നുള്ള ആശയം. അതേപോലെ ആൻഡ് ദ പേർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു സീക്ക് ആൻഡ് റിയലൈസ് ദ ഡിവിനിറ്റി വിതിൻ അസ്. നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവീകത കണ്ടെത്തുക എന്നുള്ളതാണ് ആ ഹിന്ദു ഫണ്ടമെന്റലിസം കൊണ്ട് അർത്ഥമാക്കുന്നത്. But the Hindu fundamentalism in India is influenced more by nationalism as there is no specific text. ഒരു പ്രത്യേക ടെക്സ്റ്റ് ഇല്ല. കാരണം ഹിന്ദു മതത്തിൽ വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, ഭഗവത്ഗീത, രാമായണ, മഹാഭാരതം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഉള്ളത് കൊണ്ട് പ്രത്യേകമായ ഒരു പുസ്തകം എന്നുള്ളത് മതത്തിനില്ല. ഇപ്പം ബൈബിൾ എന്നുള്ളത് ക്രിസ്തു മതത്തിന് സ്വന്തമായ ഒരു പുസ്തകമാണ്. അതേപോലെ ഖുർആൻ എന്നത് ഇസ്ലാം മതത്തിൻ്റെ ഒരു പുസ്തകമാണ്. അതേസമയം ഹിന്ദു മതത്തിന് ഒരുപാട് പുസ്തകങ്ങൾ ഉള്ളത് കൊണ്ട് ഏത് പുസ്തകമാണ് അല്ലെങ്കിൽ ഏത് പുസ്തകത്തിൽ ബേസ് ചെയ്ത് ഉള്ള ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്തത് കൊണ്ട് ഈ ഒരു ഫണ്ടമെന്റലിസം, ഹിന്ദു ഫണ്ടമെന്റലിസം എന്നുള്ള വാക്ക് കൂടുതലും നാഷണാലിറ്റിയുമായിട്ട് അല്ലെങ്കിൽ നാഷണലിസം, ദേശീയത എന്ന ആശയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹിന്ദുയിസം ഈസ് എ സിംബൽ ഓഫ് നാഷണൽ ഐഡന്റിറ്റി റാദർ ദാൻ എ സെറ്റ് ഓഫ് റൂൾസ് ടു ബി ഒബെയ്ഡ്.
കുറേ നിയമങ്ങൾ പാലിക്കണം എന്നതിനപ്പുറം ഒരു നാഷണൽ ഐഡന്റിറ്റിയാണ് ഹിന്ദുയിസം. Hindu fundamentalist organizations refer themselves as Sangh Parivar or the family of associations and include RSS, VHP, Hindu Swayam Sevak Sangh, etc. ഈ ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റുകൾ സ്വയം വിശേഷിപ്പിച്ചത് സംഘപരിവാർ എന്നാണ്, അല്ലെങ്കിൽ ഫാമിലി ഓഫ് അസോസിയേഷൻസ്. അതിലുൾപ്പെടുന്ന സംഘടനകൾ RSS, VHP, ഹിന്ദു സ്വയം സേവക് സംഘ് തുടങ്ങിയവയാണ്. ഇവര് സ്ട്രിക്റ്റ് റൂൾസ് ആണ് പിന്തുടരുന്നത്. അതേപോലെ തന്നെ ഒരു നാഷണൽ ഐഡന്റിറ്റി അതിനു വേണ്ടി വാദിച്ച ആളുകളാണ് ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റുകൾ. ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.